ഈശ്വരന്റെ സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖ സൗകര്യങ്ങളോടെയാണ് നാം ജീവിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. എപ്പോഴെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. ഈ കഥ നമ്മളെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? ഒരിടത്ത് ഒരു ധനവാനുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ധനവാന്. ധനവാന്റെ പടിവാതിൽക്ക് ലാസറിന് പേരുള്ള പാവപ്പെട്ട മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിന്റെ മേൽ ആകെ വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളിൽ നായ്ക്ക വന്ന് നക്കും. പാവം ലാസർ. ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കും. ധനവാനാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. കുറെ നാള് കഴിഞ്ഞപ്പോ ലാസർ മരിച്ചുപോയി. മാലാഖമാര് വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് അയച്ചു. അതിനുശേഷം ധനവാനും മരിച്ചു. പക്ഷെ ധനവാൻ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോഴുണ്ടല്ലോ അങ്ങ് ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ഉടനെ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണമേ. ഞാനിവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോ ലാസറിന് കഷ്ടതകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്ക് നടുവിൽ വലിയൊരു ഗർത്തമുണ്ട്. പിന്നെ എങ്ങനെ വരാനാ? ധനവാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാതെ ഒന്ന് രക്ഷപ്പെടട്ടെ. മരിച്ചവർ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അവരെല്ലാം വിശ്വസിക്കും. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവർ പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ അവർക്കും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ല കൂട്ടുകാരെ, നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണ്ടേ? അതിനെന്ത് ചെയ്യണമെന്നോ? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കണം. പിന്നെയോ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നന്ദി.